ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ പ്രൊമോഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര കോടി രൂപ ഇത്ര ദിവസം കൊണ്ട് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രൊമോഷൻ. എന്റെ രണ്ടാമത്തെ പടത്തിന്റെ അനൗൺസ്മെന്റും കൂടി, സോറി അനൗൺസ്മെന്റ് അല്ല, രണ്ടാമത്തെ പടത്തിന്റെ കുറച്ച് ലൊക്കേഷന് കാര്യങ്ങളുമായിട്ടോട്ട് ഒരു സെറ്റപ്പിലോട്ട് പോയത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കേരളത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നെങ്കിലും കുറെ നമ്മുടെ തമിഴ് പടം ആയതുകൊണ്ട് കൂടുതലും അവിടെ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ സേലത്തേക്ക് ഷൂട്ടിങ്ങിന്റെ പരമായിട്ട് കുറച്ച് പോയി. അതുകൊണ്ട് രണ്ടു പടവും അവിടെ വെച്ചിട്ട് തന്നെ കുറെ മറ്റേത് പകുതി കൊണ്ടിനി. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനാണ്. നമ്മുടെ ദൃശ്യം 3 സിനിമയുടെ ഒരു ഫൈനൽ അപ്ഡേഷൻ എന്ന് പറയുന്നപ്പം 30-ാം ദിവസം 330 കോടി എന്ന് പറയുന്നു. മെയ് 21 രാത്രി 12, മെയ് 22-ാം തീയതി സിനിമ റിലീസ് ആക്കി. അപ്പൊ ഡേറ്റ് വരുന്നത് മൊത്തത്തിൽ സിനിമ റിലീസായിട്ട് 22 ദിവസം ഓർ 23 ദിവസം ആവത്തേ ഉള്ളൂ സിനിമ റിലീസായിട്ട്. അപ്പൊ 330 കോടിയിലേക്ക് എന്ന് പറഞ്ഞു. അപ്പം ഒരു മിക്സ്ഡ് റിവ്യൂ കിട്ടിയ ഒരു സിനിമ അത്രയും. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പണ്ടത്തെ കൂട്ടല്ല ഇപ്പോഴത്തെ പ്രൊമോഷൻ ഫുൾ എന്ന് പറഞ്ഞാൽ മാക്സിമം തള്ളി കയറ്റുക. 1, 2 സൂപ്പർ ഹിറ്റ് ആയെന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഹിറ്റ് ആവണമെന്നില്ല എന്ന് പറഞ്ഞ് മൂന്നാമത് തള്ളിക്കയറ്റുന്നതിനകത്ത് ഞാൻ യോജിക്കുന്നുമില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്ക് ഇഷ്ടമാണ്, എല്ലാം താല്പര്യമാണ്. പക്ഷെ അത് പടം ഫ്ലോപ്പ് ആവുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എന്നും പറഞ്ഞ ഈ മിക്സ്ഡ് റിവ്യൂ ഒന്ന് ഇൻഡസ്ട്രി എനിക്ക് തന്നെ വേണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് തള്ളിക്കയറ്റുന്നതിനകത്ത് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാര്യം തള്ളിക്കോ, പക്ഷെ ഒരു പരിധി വിട്ട്. കാര്യം ഈ ഒരു പ്രസിങ് നമ്മുടെ തുടരും സിനിമയ്ക്കാണെങ്കിൽ 100% 330 അല്ല 500 കോടി 600 കോടി ഒക്കെ പറഞ്ഞാലും ആ പടത്തിന് അതിനുള്ള ആംബിയൻ ഉണ്ട്. അതായത് ലാലേട്ടന്റെ ആ വണ്ടിക്കകത്തിരുന്ന ഒരൊറ്റ നോട്ടം മാത്രം മതി ഈ സിനിമയെ ഫുള്ള് വിലയിരുത്താൻ. ആ രീതിയിൽ പെർഫോമൻസ് ചെയ്തേക്കുന്ന ആ രീതിയിലുള്ള ഒരു പടമാണ് തുടരും. ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ 330 കോടി തുടരും സിനിമയുടെ 7 അയലത്ത് എത്തിയിട്ടില്ല ദൃശ്യം 3. എന്നിട്ട് ഇത് തള്ളി ഇൻഡസ്ട്രി ഹിറ്റ് വേണമെന്നും പറഞ്ഞിരിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു ഇതൊന്നുമില്ല. പക്ഷെ നല്ല പടങ്ങൾക്ക് എന്തുകൊണ്ടില്ലായിരിക്കും. പക്ഷെ ഇത്രയും മിക്സഡ് ആയിട്ടും ഇങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇത്രയും എന്ന് വെച്ചാൽ മിക്സ്ഡ് റിവ്യൂ കിട്ടി. ഈ പട സിനിമ കണ്ടവർക്ക് പിന്നെ 2ന്റെ കാട്ടി കൊള്ളാവെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നുവരെ പറഞ്ഞിട്ടില്ല. 1, 2 അടിപൊളിയാണ് 3 എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അയ്യപ്പം എന്നിട്ട് ഇത് തള്ളി അങ്ങ് 330 കോടി, അതും 22 ദിവസം ആയതേ ഉള്ളൂ. ഇപ്പം മറ്റന്നാളിലാണെങ്കിൽ സിനിമ OTT ഇറങ്ങുന്നുണ്ട്. അപ്പോൾ റിലീസ് ആകുമ്പോൾ 22 ദിവസം ആവത്തേ ഉള്ളൂ. ഈ 330 കോടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മയത്തിനൊക്കെ അങ്ങോട്ട് പ്രസ് ചെയ്യുക. ഈ പല സിനിമകളും ഇതേപോലെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഇത്ര കോടി ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ പ്രൊമോഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര കോടി രൂപ ഇത്ര ദിവസം കൊണ്ട് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രൊമോഷൻ. കാര്യം അതിന്റെ അപ്പുറം വേറെ പ്രൊമോഷൻ ഇല്ല. ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കാര്യം പറയും. ഇപ്പൊ ലാസ്റ്റ് സിനിമ ഒരു നെഗറ്റീവ് ഒരു ആവറേജ് എന്തോ എന്ന് പോലും പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു പടത്തിന്റെ കളക്ഷൻ പോലും 69 കോടി രൂപ ആയിട്ടുള്ളൂ. അത്രയ്ക്കും ആൾക്കാർ കയറുന്നത്. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ കാര്യങ്ങൾ. അപ്പൊ മിക്സ്ഡ് റിവ്യൂ വന്ന പടവും കാര്യം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അത്രയായിട്ട് 4 ഒരാൾ പോലും 3-ാമത്തെ ദിവസം ഈ സിനിമയ്ക്കില്ലായിരുന്നു. നല്ല പടങ്ങൾ നല്ലതെന്ന് പറയുന്നത്. കാരണം അതേപോലെ തന്നെ ഒരു ഇതാണ്. അപ്പം പക്ഷെ ഇതേപോലെ ആണെങ്കിൽ ആ തുടരും സിനിമ ഇതേപോലത്തെ പ്രൊമോഷൻ ഇതേപോലത്തെ കാര്യങ്ങളും പറയുവാണെങ്കിൽ നമുക്ക് കാര്യം അമ്മാതിരി പടമാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഒരു മിക്സഡ് അഭിപ്രായം പോലും കാണാത്തൊരു പടമാണ് തുടരും. ആ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു പവർഫുൾ പടമാണ്. അതിന്റെ 7 അയലത്ത് ദൃശ്യം 3 വന്നിട്ട് എന്നിട്ട് ഇത് 330 കോടി രൂപ 30 ദിവസം, അത് 23 ദിവസമായ പടം 30 ദിവസത്തിലേക്ക് 330 കോടി രൂപ എന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് എന്ത്. പിന്നെ അതേപോലെ വേറെ കാര്യം പറയാം. അപ്പൊ ദൃഢം OTT-ക്കകത്ത് റിലീസായി. ഈ ദൃഢം OTT-ക്കകത്ത് റിലീസായ പടം ക്ലൈമാക്സ് നശിപ്പിച്ചു കളയുന്ന എന്റെ പേഴ്സണൽ അഭിപ്രായം. അത് ഞാനൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനകത്ത് പോലീസുകാർ 1-2 പോലീസുകാരെ വില്ലനാക്കായിരുന്നു. പക്ഷെ ഒരു 10 അവിടെ പോലീസ് സ്റ്റേഷൻ മൊത്തത്തിൽ വില്ലനിസം ആയിപ്പോയതാണ് ഒരു നെഗറ്റീവ് വീണേന്നാണ് പൊതുവെ ഉള്ള അഭിപ്രായം. കാര്യം നമ്മുടെ കാര്യം നിങ്ങൾ തന്നെ ഊഹിക്കാൻ മനസ്സിലാവും. പക്ഷെ അവർ 2 പോലീസുകാരൊക്കെ വില്ലനായി കഴിഞ്ഞാൽ മറ്റുള്ള സപ്പോർട്ട് ചെയ്ത് വേറെ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നുകൂടെ മെച്ചമായിരുന്നു. എന്നാലും പടം മോശമല്ലെന്നല്ല പറയുന്നത്. ആ പടത്തിനകത്ത് ഒന്നുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം നമ്മളൊരു സിനിമയ്ക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഡയറക്ടർ നോക്കി. എനിക്കൊരു ഒരു ഡയറക്ടർ പടം ചെയ്യുവാണെങ്കിൽ ആ കഥ കേൾക്കുമ്പോൾ ആ കഥയ്ക്കകത്തൊക്കെ ഞാൻ ഇടപെടാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 2 എന്നുള്ള സിനിമയ്ക്കകത്ത് സ്ക്രിപ്റ്റിനകത്തായാലും എല്ലാത്തിനകത്തും ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറെ ഐഡിയാസുകൾ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം വെച്ചിട്ടാണ് ഒരു ഡെവലപ്പ് ചെയ്തേക്കുന്നത്. കാര്യം ഇച്ചിരി പോലും പോയിന്റ് ബേസിൽ ഞങ്ങൾക്ക് 2 പേർക്കും പെർഫെക്റ്റ് ആയിട്ട്, ഡയറക്ടർക്കും ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന്റെ പേര് എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. ഇനിയിപ്പോ അത് ചെയ്തു വരുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് വേറെ. ഈ പറഞ്ഞ പോലെ എല്ലാവരും പെർഫെക്റ്റ് അല്ല എങ്കിലും ഇതേപോലെ കുറ്റം പറയാനും കംപ്ലൈന്റ് പറയാനും ഇന്നപോലെ മെച്ചമാക്കാമെന്ന് പറഞ്ഞ എല്ലാവരും കാണും. ഇപ്പം ആ സിനിമയ്ക്ക് അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ ദൃഢം സിനിമയുടെ ഒരു കാര്യം ഈ ഒരു വേർഡാണ് പറഞ്ഞത്. അപ്പൊ 2 പോലീസുകാരെ ഒന്നുകൂടെ ബെറ്റർ ആയനെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അവർക്ക് തന്നെ തോന്നിയും കാണും ഒരു സമയത്ത്. പക്ഷെ അപ്പൊ ചിലപ്പോഴൊക്കെ അത് തോന്നാതിരിക്കാം. ഓക്കെ, അതായിക്കോട്ടെ. പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞ ദൃശ്യം 3യുടെ കാര്യത്തിലേക്ക് വരാം. അത് നിങ്ങൾ മിക്സഡ് അഭിപ്രായം കിട്ടിയ സാധനം ഇത്രയും തള്ളി ഇത്രയും വരെ കൊണ്ടുവന്നതിനകത്ത്
ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം അതൊരു ഒരു പ്രത്യേക കഴിവാണ്. അന്ധമായിട്ടുള്ളൊരു കഴിവുണ്ടെങ്കിലേ ഇതൊന്നും അങ്ങോട്ട് തള്ളി വിടാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ഏതൊരു സിനിമ ഇറങ്ങിയാലും തള്ളിക്കോണം. പക്ഷേ ഒരു വല്ലാത്ത തള്ളരുത്. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഒരു 22 ദിവസം, ഇപ്പം 30 ദിവസത്തേക്ക് 330 കോടി. OTT റിലീസ് ആയാൽ പോലും 27 ദിവസം ആവത്തേ ഉള്ളൂ. ആ പടത്തിന് 330 കോടി. അത് എന്നാ അറിയത്തില്ല എന്റെ പൊന്നണ്ണ. ഓക്കെ. പിന്നെ തിയേറ്ററിന്റെ ഒക്കെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ വേറെ കാര്യം പറയാം. തിയേറ്ററിന്റെ ഓരോ ലിസ്റ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും മെയിൻ ഫോക്കസ് മോർണിംഗ് ഷോ വെച്ച് കഴിഞ്ഞാൽ അതൊരു തിയേറ്ററാണ്. അപ്പൊ തിയേറ്ററിന്റെ കൗണ്ട് കാണിച്ചത് കാര്യമില്ല. പിന്നെ വേറെ കാര്യം, ഓരോരുത്തർ പറയുന്നേക്ക് ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ, നമുക്ക് ഓൺലൈനകത്ത് ഇഷ്ടമുള്ള സ്റ്റാർട്ടിങ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനം. കാര്യം ഇപ്പോൾ ഇതിന് ഈ ഇടയ്ക്ക് മോളിവുഡ് ടൈംസിന്റെ സിനിമ, അതിനെക്കുറിച്ച് ഞാൻ ആ സിനിമയെ കുറിച്ച് തിയേറ്ററിൽ ഇപ്പം കടന്ന് കുറച്ച് നാളായതിന്റെ പേര്, കുറച്ച് ദിവസം അതിന്റെ പേര് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് പിന്നീട് OTT റിലീസ് ആവുന്ന ടൈം ആകുമ്പോഴേ പറയത്തുള്ളൂ. ആ സിനിമയ്ക്കകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. OTTക്കകത്ത് ആവുന്നതിന് മുമ്പ് തിയേറ്ററിലുള്ള പടങ്ങൾ നമുക്ക് തന്നെ പൈസ ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് കാണിക്കാം. ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്ന സാധനം. അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞു വന്നത്, പല ആൾക്കാരും ഇതിനെക്കുറിച്ച് കമന്റുകൾ ഞാൻ കണ്ടപ്പോ എനിക്ക് സത്യം പറയാൻ ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് എന്തുവാണ്. നമുക്കൊരു അടുത്തൊരു വീഡിയോ കാണാം. ഇനിയിപ്പോ ലൊക്കേഷൻ വീഡിയോകൾ ഇപ്പൊ പ്രൊഡക്ഷൻ നമ്പർ 2ന്റെ ലൊക്കേഷനാണ് ഇപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. മറ്റേന്റെയൊക്കെ ഏകദേശം ലൊക്കേഷൻ ഫിക്സ് ആയി. പ്രൊഡക്ഷൻ നമ്പർ 2 സിനിമയുടെ പേര് അനൗൺസ് ചെയ്യുന്നില്ല ഇപ്പോഴേ. അപ്പൊ അതിന്റെ 1-2 ആർട്ടിസ്റ്റുകൾ കാര്യങ്ങൾ അതിന്റെ ഡേറ്റോടെ നോക്കിയതിനു ശേഷം തുടങ്ങാം. അപ്പൊ ഈ ലൊക്കേഷൻ ഫിക്സ് ആയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വരും അപ്ഡേഷനുകളൊക്കെ അങ്ങനെ കാണാം. അപ്പം ഓക്കെ, ശരി, എന്നാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.